ഗുഡ് മോർണിംഗ് എവ്രിവൺ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഇബ്രൂസ് ഇബ്രോ ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും എന്നുള്ളത്. അപ്പോൾ ഈ ഫിസിക്കൽ ഹെൽത്തിന്റെ കേസ് നമുക്ക് പെട്ടെന്ന് ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണുകയും അതിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഒരു മെന്റൽ ഹെൽത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലവർക്കും അതൊരു മടിയാണ്. എന്തോ വലിയൊരു പ്രശ്നമുള്ളത് പോലെയാണ് അവർ പലവരും ഇത് ചെയ്യുന്നത്. ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കൗൺസിലറെ കണ്ടാൽ, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രോബ്ലം, അത് അവരുടെ ഫാമിലിയിലാണെങ്കിൽ പോലും ഇത് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളെന്നല്ല, അവരുടെ കുടുംബത്തിനും അതൊരു മാനക്കേട് പോലെയോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അവർ പലപ്പോഴും ഫർദർ ട്രീറ്റ്മെന്റിന് പോകുന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുകയും അത് കൂടുതൽ വഷളാക്കാതെ കൂടുതൽ മോശമായ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതെ തന്നെ നിങ്ങൾക്ക് കാണുകയാണ് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ അവരെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കാൻ ഉടനെ തന്നെ നല്ലൊരു പ്രൊഫഷണൽ കാണുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തുകയൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ DM ചെയ്യാവുന്നതാണ്. അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. ബൈ.